ഹായ് ഹലോ. നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാണെന്നല്ലേ? ഈ ഫോട്ടോ കണ്ട ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മ്യൂസിയം. അപ്പം നമ്മൾ മൈസൂരിലെ തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്ത് സാധാരണ ആളുകൾ വരാറ് കുറവാണ്. ഇതൊരു കാർ മ്യൂസിയമാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കാർ മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. ഞാനിവിടെ മൈസൂർ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലം തന്നെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. നേരെ നമ്മുടെ വീഡിയോസിലോട്ട് പോകാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. കാണാം കാർ മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഈ കാർ മ്യൂസിയം നമ്മൾ സാധാരണ മൈസൂർ വന്നാൽ പാലസും സൂവും ചാമുണ്ടേശ്വരി ക്ഷേത്രമൊക്കെ കാണാൻ പോകും. എന്നാൽ നമ്മൾ നേരത്തെ ഇതിനു മുന്നേ ചെയ്തത് ഏതാണെന്നറിയാമോ? സുഗവന എന്നൊരു പക്ഷി സങ്കേതമുണ്ട്, പെറ്റ് സെൻറ്റർ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തത്. അതുപോലെ തന്നെ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി സ്ഥലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മ്യൂസിയം, പയാന കാർ മ്യൂസിയം മൈസൂർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അത്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറത്ത് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകളാണ് ഈ പുറത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം ഉള്ളിലോട്ട് കയറാൻ. ആദ്യം ഞങ്ങൾ പുറത്തുനിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഉള്ളിലോട്ട് കയറിയത്. ഇനിയും നമുക്ക് ഇതിന് ഉള്ളിലെന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് അറിയാം. കയറി നോക്കാം. പായന കാർ മ്യൂസിയം മൈസൂർ. ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് 50 രൂപയുടെ ടിക്കറ്റാണ് ആവശ്യം. കയറുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടോ നമ്മുടെ പത്മിനി കാർ കിടക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്തു കേട്ടോ. ഇനി ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് പഴയ കാളവണ്ടിയുടെയും ബൈക്കിൻ്റെയും ഒക്കെ ടയറുകൾ, കുതിരവണ്ടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കയറുമ്പോൾ തന്നെ ഉണ്ട്. ഇനി കയറിക്കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് നമ്മൾ കാണാത്തതായ ഒരുപാട് വാഹനങ്ങൾ ഇതിനുള്ളിലുണ്ട്. അധികവും കാറുകളാണ്. ഇതൊക്കെ കുതിരവണ്ടിയും കാളവണ്ടിയും പിന്നെ വലിക്കുന്ന വണ്ടിയൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് കാറുകളുടെ ശേഖരം തുടങ്ങുന്നത്. ഓരോ കാറിൻ്റെ മുന്നിലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും നമുക്ക് എഴുതി വച്ചിട്ടുണ്ട്. മൈസൂരിലെ ഈ കാർ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ ഡി വീരേന്ദ്ര ഹെഡ്ഗെ എന്ന ആളാണ് കേട്ടോ. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് 9 മണി മുതൽ 8 മണി വരെയാണ്. ഭൂതകാലത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരിടമാണിത്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ സ്ഥലം ഒരേ സമയം നമുക്ക് വിജ്ഞാനവും നൽകുന്നു, വിനോദവും നൽകുന്നു. നല്ല തിരക്കുള്ള ഒരിടമാണിത്. ഭയങ്കര ശബ്ദങ്ങൾ കേൾക്കാം. നല്ല ജനങ്ങളുണ്ട് ഇവിടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മ്യൂസിയമാണ് ഇത്. ഓരോ കാറും അതിൻ്റേതായ പാരമ്പര്യവും ചരിത്രപരവുമായ പ്രാധാന്യം വിവരിക്കുന്നു. വിൻറ്റേജ് വിസ്മയങ്ങളുടെ ഒരു ലോകം കൂടിയാണ് ഈ കാർ മ്യൂസിയം. പഴയ കാലത്തെ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ അവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്.
ഈ കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ ബ്രഹ്മപുരം എന്ന സ്ഥലത്താണ് ഈ കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴയകാലത്തെ ഫോർഡ്, ഫിയറ്റ്, അംബാസഡർ തുടങ്ങിയ കാർ മുതൽ ബെൻസ്, BMW കാറുകളുടെ ശേഖരം വരെ ഉണ്ട് ഇവിടെ. ഒരുപാട് കാറുകളുടെ ശേഖരം ഉണ്ട് ഇവിടെ. പഴയതും നമ്മൾ കാണാത്തതുമായ ഒരുപാട് വാഹനങ്ങൾ. വിൻറ്റേജ് കാറുകളുടെ സങ്കീർണവും സൗന്ദര്യവും അത്ഭുതങ്ങളും ആഘോഷിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം. അതാണ് വായനാ കാർ മ്യൂസിയം, മൈസൂർ. കാറ് കാണുമ്പോൾ നമ്മുടെ അഭിമന്യു സിനിമ വന്നു. അഭിമന്യു ആണോ ഇന്ദ്രജാലമാണോ അതിലേതിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു കാർ പറയുന്നത്. ഈ ലോറിയുടെ, ഈ വണ്ടിയുടെയൊക്കെ ടയറ് നമ്മുടെ പൊക്കത്തിലാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നില്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. മൈസൂർ വരുന്നവർ എല്ലാവരും ഈ കാർ മ്യൂസിയം ഒന്ന് സന്ദർശിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുന്നതും നല്ലതാണ്. ഈ കിടക്കുന്നുണ്ടോ ബെൻസ്, ഒരു പഴയ ബെൻസ് കാറാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഈ കാർ ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ ചന്ദ്രലേഖയിലെ മോഹൻലാലിൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും കോണ്ടസ. ആ കാറാണിത്. വളരെ കുറവാണ്, ചെറുതാണ്. നമ്മുടെ 800 കാറാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പഴയ കാലത്തെ ഒരുപാട് ഐറ്റംസ് കാണാൻ കഴിയും. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അടുക്കളയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. കൽഭരണിയാണ്. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. നമ്മുടെ ഈ കാർ മ്യൂസിയത്തിൽ എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. മൈസൂർ വരുന്നവർ നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് അതിനുള്ളിൽ കണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കാണാത്ത പല കാറുകളും അതിൻ്റെ ആക്സസറീസും എല്ലാം ഉണ്ട് അതിനുള്ളിൽ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. മൈസൂരിലെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.